അത് സൂപ്പറായിട്ടുണ്ട്. ലാലേട്ടൻ്റെ നല്ല റോളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി പടമാണ്. മലയാളിക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. നന്നായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഫൈറ്റൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഒരു വേറെ ഭാഷയിലുള്ള പടമൊന്നും നമുക്ക് തോന്നത്തില്ല. നന്നായിട്ടുണ്ട് പടം. അതെ സെറ്റിംഗ് വർക്കെല്ലാം സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. ലാലേട്ടൻ ഭയങ്കര കാട്ടവരാതും ബ്രോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബ്രോ. ഡബ്ബാണെങ്കിൽ സീരിയൽ ഡബ്ബ് ഒട്ടും കൊള്ളത്തില്ല ബ്രോ. മോഹൻലാലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോഴേ മൂഡ് പോയി. ഇല്ല ബ്രോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഈ പരസ്യത്തിലൊക്കെ കാണിക്കത്തില്ല മോഹൻലാൽ, അതേപോലെയൊക്കെ തോന്നിയായിരുന്നു ചില ഷോട്ടുകളൊക്കെ. അത്ര കൊള്ളൂല. മോഹൻലാലിന്റെ പ്രകടനം ഓക്കെയാണ്, ഓവറോൾ ഓക്കെയാണ്, പക്ഷേ കോർഡിനേഷൻ ശരിയായിട്ടില്ല. കുഴപ്പമില്ല. സൂപ്പർ. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? മോഹൻലാൽ തന്നെ കൊള്ളാം. മോഹൻലാൽ കൊള്ളാം. നല്ല പടമായിരുന്നു, നൈസായിരുന്നു. മൊത്തത്തിൽ കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു, മൊത്തത്തിൽ സെറ്റായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. എങ്ങനെയുണ്ടാവും പടം? സൂപ്പറായിട്ടിരിക്കുന്നു. അടിപൊളി. ലാലേട്ടൻ സൂപ്പർ. കൊള്ളാം. ഓൺ ടൈം നോക്കാം. ലാലേട്ടൻ സൂപ്പറായിട്ടിരിക്കുന്നു. കാണാൻ ലാലേട്ടൻ ഇപ്പോഴും എങ്ങായിട്ട് കൊള്ളാം. സൂപ്പറായിട്ട് പടം സൂപ്പർ പടം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാം. മോഹൻലാലൊക്കെ നല്ല ആക്ടിങ് ഉണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇതൊക്കെ കൊള്ളായിരുന്നു. ലാലേട്ടൻ അഭിനയിക്കുന്ന ആളാണല്ലോ, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. കുഴപ്പമില്ല. ഈ ഭക്തിയുടെ ബിംബങ്ങളെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഒരു സാധനം കുറച്ചുകാലമായിട്ട് നടക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് കൃത്യമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിനിയും നടന്നുകൊണ്ടിരിക്കും. എന്നാൽ നമുക്കത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയാൽ നല്ലതാണ്. ഓക്കെ, വൺ ടൈം വാച്ച്. ലാലേട്ടൻ്റെ ഫാൻസിന് അങ്ങേരെ ഒന്നും പറയാനില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഒരു തെലുങ്ക് സിനിമ കാണുമ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോവുക. ലാലേട്ടൻ്റെ നല്ല മൊമെൻറ്റുകൾ ആസ്വദിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പോവുക. ആ അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരുപാട് പൈസയൊക്കെ മുടക്കി ചെയ്യുന്ന സംഭവമല്ലേ, ഇപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് മോശമായിട്ട് പറയേണ്ടെന്നൊരു കാര്യമുണ്ട്. മലയാളി പ്രേക്ഷകന് ആ അർത്ഥത്തിൽ ഇത് എത്രത്തോളം കത്തുമെന്നുള്ള കാര്യം ചെറിയൊരു സംശയമുണ്ട്. ബട്ട് ഓക്കെ, ജസ്റ്റ് വൺ ടൈം വാച്ച്. ഈ ശിവൻ എന്ന് പറയുന്നത് ഒരുപാട് ആ ഒരു ബിംബം ഉണ്ടല്ലോ, അത് ഭക്തിയുടെ ഒരു വലിയൊരു എലമെൻ്റാണ്. അതിപ്പോൾ ഏത് പടത്തിൽ കൊണ്ടിട്ടാലും അത് കത്തുന്നവർക്ക് കത്തും. അതാണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തീം. അതിനപ്പുറത്തേക്ക് കുറേ സ്ട്രക്ചറലായിട്ടും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വൺ ടൈം വാച്ച്. ലാലേട്ടൻ പൊളിയല്ലേ, ഒന്നും പറയാനില്ല. അദ്ദേഹം ഇതുപോലുള്ള സിനിമകളൊക്കെ ചെയ്യണമെന്നാണ്. ലാലേട്ടന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഓൾറെഡി തെലുങ്ക് ഡബ്ബാണ്. അപ്പം ചില ആൾക്കാരൊന്നും അറിഞ്ഞൂടാണോ വന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. എന്നാലും ഒറ്റ തവണ കാണാൻ കൊള്ളാം. മോഹൻലാൽ തല വെച്ച് കൊടുക്കണ്ടെന്ന് തോന്നിയില്ല, കുഴപ്പമൊന്നുമില്ല. പുള്ളിയുടെ കുറച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. എന്ത് തോന്നി കണ്ടപ്പോൾ ഒറ്റ തവണ കാണാൻ കൊള്ളാം. തിയേറ്ററിൽ വന്ന് കാണേണ്ട പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് തിയേറ്ററിൽ വന്ന് കാണേണ്ടതൊന്നുമില്ല. സൂപ്പർ സൗണ്ടിങ്ങും അതിൻ്റെ എഫക്റ്റും പിന്നെ പോരാഞ്ഞിട്ട് ഒരു പുതിയ സ്റ്റൈലിലാണ് എടുത്തിരിക്കുന്നത്. ഒരു പുരാണവും ഇപ്പോഴത്തെ ഒരു ലൈവായിട്ടുണ്ട്. അടിപൊളിയാണ്. തീർച്ചയായിട്ടും ലാലിനെ കൂട്ടേ പറ്റുള്ളൂ. അല്ലാതെ ആ സ്ഥാനത്ത് വേറൊരാൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ എടുക്കാൻ പറ്റില്ല. വളരെയധികം ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടമായിരുന്നു. നല്ല സൗണ്ടിങ്, നല്ല എഫക്റ്റായിരുന്നു. പിന്നെ മ്യൂസിക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അടിപൊളിയാണ്. കാര്യം നമ്മളിപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവാണ്. അതായത് ഏത് റോളും എന്നെ കൊണ്ട് പറ്റും ആ രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചു കൊടുത്തേ ഉള്ളൂ. നമ്പർ